ജപ്പാനിൽ LDP വീണ്ടും വിജയിച്ചിരിക്കുകയാണ്. LDP അവിടെ വീണ്ടും വിജയിക്കുമ്പോൾ ഇന്ത്യക്ക് എന്തൊക്കെയാണ് നേട്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് ഒരു ചോദ്യമാണ്. LDPയുടെ തക്കൈച്ചി വിജയിക്കുമ്പോൾ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ ഇന്ത്യക്ക് ഉണ്ടാവുകയും എന്നാൽ ചൈന സ്വാഭാവികമായിട്ടും അസ്വസ്ഥതപ്പെടുകയും ചെയ്യും. നമുക്കറിയാം ചൈനയും ജപ്പാനും തമ്മിൽ ബദ്ധവൈരികളാണ്. അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് ജപ്പാനിൽ ഭരണം മാറുന്നത് വളരെ അസ്വസ്ഥത ഉണ്ടാകും. പ്രത്യേകിച്ച് തക്കൈച്ചി വരുമ്പോൾ വളരെ അസ്വസ്ഥത ഉണ്ടാകും. ഈ ജപ്പാനിലെ സകല കാര്യങ്ങളും സാഗൂതം വീക്ഷിക്കുന്ന ഒരു രാജ്യമാണ് ചൈന എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. ഫെബ്രുവരി ആദ്യവാരമാണ് ജപ്പാനിൽ തിരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ ചരിത്ര നേട്ടം പ്രധാനമന്ത്രി സനെ തൈക്കിച്ചി നയിക്കുന്ന ഭരണകക്ഷിയായിട്ടുള്ള ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി സ്വന്തമാക്കി. പ്രതിനിധി സഭയിൽ 2/3 ഭൂരിപക്ഷം നേടിക്കൊണ്ടായിരുന്നു LDPയുടെ ഈ അവിശ്വസനീയമായിട്ടുള്ള ജയം എന്ന് പറയുന്നത്. എന്തായാലും നേരത്തെ, അതായത് 2 വർഷങ്ങൾക്ക് മുമ്പ് അഴിമതി ആരോപണങ്ങൾ കൊണ്ട് മുങ്ങിക്കുളിച്ച് സകലതും നഷ്ടപ്പെട്ട് നാണം കെട്ട് പുറത്തായ ഒരു പാർട്ടിയായിരുന്നു LDP എന്ന് പറയുന്നത്. എന്നാൽ പ്രധാനമന്ത്രിയെ അധികാരത്തിലെത്തി വെറും 4 മാസം തികയുന്നതിന് മുമ്പാണ് സനെ തൈക്കിച്ചി വൻ ഭൂരിപക്ഷത്തിൽ വീണ്ടും എത്തിയത്. സനെ തൈക്കിച്ചിയുടെ ഭരണം പ്രതീക്ഷയോടെയാണ് ജനങ്ങൾ കാണുന്നത് എന്നതിന്റെ സൂചന കൂടിയാണ് LDPയുടെ ഈ വമ്പൻ വിജയം. രാഷ്ട്രീയ മുൻഗാമികൾ നേരിട്ട തിരിച്ചടികളെ തന്റെ വ്യക്തിപ്രഭാവം കൊണ്ടാണ് തക്കൈച്ചി മറികടന്നത്. പുതിയ അജണ്ടകളും സാമ്പത്തിക പരിഷ്കരണങ്ങളും തടസ്സമില്ലാതെ നടപ്പിലാക്കാൻ ഇത് തക്കൈച്ചിയെ സഹായിക്കും. ജപ്പാനിലെ ഭരണമാറ്റം ഇന്ത്യ ജപ്പാൻ ബന്ധത്തെ എങ്ങനെയാകും ബാധിക്കുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. തക്കൈച്ചിയുടെ ജനപ്രീതിയിൽ ചൈന അസ്വസ്ഥമാകുന്നത് എന്തിനാണ് എന്നുള്ള ഒരു ചോദ്യവുമുണ്ട്. പ്രധാനമായിട്ടും നാഷണൽ ഡയറ്റിലെ 465 അംഗങ്ങളുള്ള അധോസഭയിൽ LDP സഖ്യം 352 സീറ്റുകളിലാണ് വിജയിച്ചത്. ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് മാത്രം 316 സീറ്റുകൾ നേടി കേവല ഭൂരിപക്ഷം കടക്കാനായി. 1947 ജപ്പാനിലെ നിലവിലെ പാർലമെന്റ് സംവിധാനം നിലവിൽ വന്നതിന് ശേഷം ഒരു ഒറ്റക്കക്ഷി നേരിടുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷം അല്ലെങ്കിൽ വിജയമാണിത്. ജപ്പാനിലെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ ഭരണാധികാരി എന്ന ചരിത്ര നേട്ടവും ഇതിലൂടെ തക്കൈച്ചി സ്വന്തമാക്കി. കേവല ഭൂരിപക്ഷം നേടിയതിനാൽ ഉപരിസഭ തള്ളിക്കളഞ്ഞാലും ഭരണഘടനാ ഭേദഗതികൾ, നിയമനിർമ്മാണങ്ങൾ പാസാക്കുക തുടങ്ങിയ നടപടികൾ LDPക്ക് ഏകപക്ഷീയമായി തന്നെ നടപ്പാക്കാൻ സാധിക്കും. യുദ്ധാനന്തര ജപ്പാനിൽ ഇത്രയും വലിയ ഭൂരിപക്ഷം നേടുന്ന ആദ്യ പാർട്ടിയാണ് LDP എന്നുള്ളത് വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. 30-ലേറെ വർഷത്തിന് ശേഷം വന്ന കടുത്ത ശൈത്യകാലത്തിലൂടെയാണ് ഇപ്പോൾ ജപ്പാൻ കടന്നു പോകുന്നത്. അതിശൈത്യത്തെ തുടർന്ന് 37 ട്രെയിൻ ലൈനുകളും 58 ഫെനി റൂട്ടുകളും നിശ്ചലമാവുകയും 54 വിമാന സർവീസുകൾ റദ്ദാക്കുകയും ചെയ്തിരുന്നു. റോഡ് ഗതാഗതവും ദുഷ്കരമായിരുന്നു. എന്നാൽ ഇതൊന്നും പൊതു തിരഞ്ഞെടുപ്പിനെ ബാധിച്ചില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അതേസമയം തക്കൈച്ചിയുടെ വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദനം അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെയും ജപ്പാന്റെയും വികസനത്തിനും പരസ്പര സഹകരണത്തിനും തക്കൈച്ചിയുടെ വിജയം നിർണായകമാണെന്ന് മോദി സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു. തക്കൈച്ചിയുടെ ഭരണപാടവത്തിലും നേതൃത്വത്തിലും ഇന്ത്യ ജപ്പാൻ സൗഹൃദം കൂടുതൽ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുവെന്നും പ്രധാനമന്ത്രി കുറിക്കുകയുണ്ടായി. പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുവെന്നാണ് തക്കൈച്ചി ഇതിനോട് പ്രതികരിച്ചത്. സനെ തക്കൈച്ചിയുടെ വിജയം ഇന്ത്യക്ക് പ്രധാനപ്പെട്ടതാണ്. കാരണം അന്താരാഷ്ട്ര ബന്ധങ്ങൾ, സുരക്ഷ, സാമ്പത്തിക സഹകരണം എന്നീ മേഖലകളിൽ പരസ്പര ആശ്രയത്വം പുലർത്തുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും ജപ്പാനും. ഇൻഡോ പസഫിക് മേഖല സ്വതന്ത്രവും തുറന്നതും സ്ഥിരതയുള്ളതുമായിരിക്കണമെന്നാണ് ഇന്ത്യയുടെയും ജപ്പാന്റെയും പൊതുനിലപാട്. ക്വാഡ് സഹകരണം വർദ്ധിപ്പിക്കുക, വിതരണ ശൃംഖലകൾ വികസിപ്പിക്കുക, സാങ്കേതിക വിദ്യ പങ്കാളിത്തം എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. മുൻ പ്രധാനമന്ത്രി ഷിൻസോ ആബെയുടെ ഇൻഡോ പസഫിക് നയം തന്നെ തക്കൈച്ചിയുടെ കാലത്തും തുടരാനാവും എന്നാണ് ഇന്ത്യ നിലവിൽ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായിട്ടുള്ള പങ്കാളിത്തം ശക്തി ആർജിക്കും എന്നുള്ളതാണ് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ തക്കൈച്ചിയുടെ ഈ വിജയം ചൈന അത്ര നല്ലതായിട്ടല്ല നോക്കിക്കാണുന്നത്. തക്കൈച്ചി പ്രധാനമന്ത്രിയായതിനു ശേഷം ജപ്പാൻ ചൈന ബന്ധങ്ങളിൽ ശക്തമായിട്ടുള്ള നിലപാടുകളാണ് സ്വീകരിച്ചിരുന്നത്. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നു. ചൈനയോട് കടുത്ത നിലപാട് പുലർത്തുന്നയാളാണ് തക്കൈച്ചി എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. അവർ നിരന്തരം ചൈനയെ വിമർശിക്കുകയും ചൈനീസ് സ്വാധീനത്തിനെതിരെ ശബ്ദമുയർത്തുകയും ചെയ്യുകയാണ്. ജപ്പാന്റെ പ്രതിരോധ ചെലവ് വർദ്ധിപ്പിക്കാൻ തക്കൈച്ചി പദ്ധതിയിടുന്നുണ്ട്. ജപ്പാന്റെ ദ്വീപുകളെയും തായ്വാനെയും സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് നീക്കം എന്നുള്ളത് കൊണ്ട് തന്നെ ചൈന വലിയ രീതിയിലാണ് ഈ തക്കൈച്ചിയുടെ വിജയത്തെ നോക്കി കാണുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.